നമ്മൾ തോന്നലിൽ മറ്റൊന്നാണ് ഉണ്ടാക്കിയതെങ്കിലോ, ഉമ്മാനെ നോക്കാത്തവനാണെങ്കിൽ, ഉപ്പാനെ നോക്കാത്തവനാണെങ്കിൽ, സമൂഹത്തിൽ അത്തരത്തിലുള്ള ചിന്തകൾ വഴിവെച്ചു കൊടുത്തവനാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാകുക? നമ്മളെ മാനിക്കോ? നമ്മുടെ കുട്ടികളെ മാനിക്കോ? നമ്മുടെ കൂടെ ഉണ്ടാവോ? സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടാവോ? ഇല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ, അത് കുടുംബത്തിൽ നിർവഹിക്കണം, സമൂഹത്തിൽ നിർവഹിക്കണം, സംഘടനാ രംഗത്ത് നിർവഹിക്കണം. അങ്ങനെ നിർവഹിക്കാൻ കഴിയാത്ത ഒരാൾ, ഉദാഹരണത്തിന് ഇപ്പൊ ഈ ജില്ലാ കമ്മിറ്റി, കാസർഗോഡ് ജില്ലയിലെ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഒരു ഭാരവാഹി ഉണ്ട്, ഒരു ഉദാഹരണം പറയുന്നത്, ഉണ്ടെന്നല്ല പറയുന്നത്, ഉണ്ടെങ്കിൽ മെല്ലെ രാജിവെച്ച് പോയേക്കാം. ഇത് വേണ്ടെന്ന് ആവശ്യമില്ല. ഇത് നിങ്ങളോട് പറയുന്നതുകൊണ്ടാണ്. നിങ്ങൾ മണ്ഡലക്കാരോട് പറയണം, നിങ്ങൾ മുനിസിപ്പൽ കമ്മിറ്റിക്കാരോട് പറയണം. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവൻ സത്യസന്ധമായി ചെയ്തേ മതിയാവൂ. ഇപ്പോ എല്ലാവർക്കും എല്ലാ സമയത്തും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് എന്റെ ജോലി സംബന്ധമായ വിഷയങ്ങളുണ്ട്. കരിയർ വക്കീലിന് ഒരുപക്ഷെ എനിക്ക് കാണാൻ പറ്റും, എല്ലാ സമയത്തും വരാൻ പറ്റും, അഫ്സലിന് അങ്ങനെ വരാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു ദിവസത്തെ 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ മതി. അത് ചെലവഴിക്കാൻ ശ്രമിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവൊക്കെ തന്നിട്ടുണ്ട്. ആർക്കും ഒരു കഴിവില്ലാത്ത മനുഷ്യൻ ലോകത്തുണ്ടാവില്ല. എന്തെങ്കിലും ഒരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ ആ കഴിവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്. അള്ളാഹ് തന്ന കഴിവിനെ, ആ കണ്ടെത്തിയ കഴിവിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാര്യം പറയാണ്. ഞാൻ കുറെ ദീർഘ സംസാരിക്കുന്നില്ല. ഒറ്റ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. നമ്മൾ സംഘടനാ പ്രവർത്തകർ ആ ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ സലാമോട് സൂചിപ്പിച്ച അനിഫാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആത്യന്തികമായി മുസ്ലിം ലീഗുകാരൻ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വാക്ക് നമ്മളെപ്പോഴും ഓർത്തു വെക്കാറുണ്ട് അല്ലെ? എനിക്ക് എന്താണ്? ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നീ മുസ്ലിം ആവുക, നാലാമത് നീ മുസ്ലിം ലീഗ് ആവുക. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ദീനി നിഷ്ഠയുടെ കാര്യത്തില്, സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ കാര്യത്തില്, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഒന്നും നമ്മൾ ഒരു ഉത്തരവാദിത്വം കാണിക്കില്ല. ഈ മുസ്ലിം ആവുക എന്ന് പറയുന്ന അർത്ഥം എന്താ? നമ്മൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ വെറും നിസ്കരിക്കാൻ, നോമ്പെടുക്കുക എന്നുള്ളതല്ല. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളൊക്കെ ദീർഘവീക്ഷണത്തോടെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. ആ മഹാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആദരിക്കുക, സ്നേഹിക്കുക എന്നുള്ളത് അതിന്റെ കർത്തവ്യത്തിൽപ്പെട്ടതാണ്. ഒരു മുസ്ലിം ലീഗുകാരനാവണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്താവണം? എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന മനസ്സിന്റെ ഉടമകളായി മാറണം എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രചരിപ്പിക്കേണ്ട ഒരു സംഗതിയുണ്ട് ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ, എല്ലാ വിഭാഗം മതസ്ഥരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന വിശാലമായ കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ പോകേണ്ട അനിവാര്യമാണ്. നിങ്ങൾക്കറിയാലോ, ഇപ്പോ വഖഫിന്റെ വിഷയം നടക്കണം അല്ലേ? ഇന്നൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ നടക്കുന്നുണ്ട്. നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കുന്നു വിചാരിക്കുന്നു അല്ലേ? ഏതാണ്? മുനമ്പം വിഷയത്തിൽ നമുക്കുണ്ടായ മെച്ചം നമ്മൾ പറഞ്ഞിടത്തേക്കാണ് വന്നത്. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരോട് പോയി പറഞ്ഞു, ബിഷപ്പുമാരെ കണ്ടു, അങ്ങോട്ട് പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റിന് യാതൊരു രീതിയിലുള്ള നിർബന്ധവുമില്ല. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന് ഒരു സംഘടനയും ആ വഖഫ് ഭൂമിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുനമ്പത്തെ മനുഷ്യരെ മാറ്റി നിർത്തണമെന്ന് പറയുന്നില്ല, അവരെ ഒഴിവാക്കണമെന്ന് പറയുന്നില്ല, അവരെ ചേർത്ത് പിടിക്കണം, അവരെ ഒരിക്കലും ഒഴിവാക്കരുത് എന്ന് മുസ്ലിം സമുദായത്തിലെ എല്ലാ സംഘടനകളും പറയുന്നു. ആ പറയുന്ന വിവരം ബിഷപ്പുമാരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി സംസാരിച്ച ഒരു വ്യക്തിയുടെ പേര് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലേ? പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൂടെ ഉണ്ടായിരുന്നു. ആ അന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് തങ്ങൾ. എന്താണ്? ഇത് ഗവൺമെന്റ് വിചാരിച്ചാൽ പെട്ടെന്ന് തീർക്കാൻ കഴിയും. ഏത് ഗവൺമെന്റ് വിചാരിക്കണം? കേരള ഗവൺമെന്റ് വിചാരിക്കണം. ട്രിബ്യൂണലുമായി വക്കീലുണ്ടല്ലോ ഇരിക്കുന്നത്. ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ, വളരെ ഈസി ആയിട്ട് തീർക്കാവുന്ന കേസാണല്ലോ. പക്ഷെ കേരളത്തിലെ CPM-ന്റെ ഗവൺമെന്റ് വളരെ ബുദ്ധിപരമായി BJP-ക്ക് അടിക്കാനുള്ള ഒരു ആയുധമാക്കി അവരെ കയ്യിൽ കൊടുത്തതാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു തമാശ കണ്ടതല്ല, വളരെ സീരിയസ് ആണ്. അടുത്ത തെരഞ്ഞെടുപ്പാണ് പിണറായി വിജയന്റെ ലക്ഷ്യം. അതാണ് വെള്ളപ്പള്ളി നടേശന്റെ പ്രസ്താവനയോട് പോലും അയാൾ മുഖം തിരിഞ്ഞു നിൽക്കാതെ അദ്ദേഹത്തെ പോയി സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്തത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവേണ്ട ചില കൊടുക്കൽ വാങ്ങലുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇവിടെ ഏറ്റവും VD സതീശൻ പറഞ്ഞല്ലോ, 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന കേസാണ്. ആ കേസിനെ കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും തമ്മിൽ അകന്നു പോകാനുള്ള ഒരു ഇടമാക്കി, ഒരു വലിയ വിഷയമാക്കി അതിനെ കൊണ്ടുവന്നു. എന്തിനാ? ഐക്യ ജനാധിപത്യ മുന്നണിയെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തമ്മിലുള്ള അന്തരം കുറക്കാൻ ഏറ്റവും നല്ല മാർഗം ക്രിസ്ത്യ വോട്ടിനെയും മുസ്ലിം വോട്ടിനെയും ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്.
അടുത്ത ഗവൺമെന്റും പിണറായിയുടെ ഗവൺമെന്റ് വരും, BJP-യുടെ സപ്പോർട്ട് രഹസ്യമായി കിട്ടും. ഇങ്ങനെ ഒരു തന്ത്രപരമായ പൊളിറ്റിക്സ് അവർ കളിച്ചു. എന്നിട്ടോ ഈ കഴിഞ്ഞ വഖഫ് നിയമം പാസ്സാക്കുന്ന സമയത്ത് എല്ലാ സമൂഹത്തിനിടയിലും പ്രചരണം നടത്തി. എന്താ പ്രചരണം? വഖഫ് ബില്ല് വരുന്നതോടുകൂടി കേരളത്തിൽ വലിയ മാറ്റുണ്ടാവാൻ വേണ്ടി പോകുന്നു. മുനമ്പത്ത് പിറ്റേന്ന് തന്നെ കരമടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുന്നു. ചന്ദ്രശേഖരൻ പുതിയ പ്രസിഡന്റ്, BJP-യുടെ പ്രസിഡന്റ് മിനിഞ്ഞാന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്തോ? എന്നാലോ നമ്മൾ ചർച്ച ചെയ്തു. എന്താ ചർച്ച ചെയ്തേ? ഷാഫിയുടെ നട്ടില്. ഞാൻ അത് തന്നെ പറയാം, ഷാഫിയുടെ നട്ടല്ല ചർച്ച. എന്നാൽ ഷാഫിയുടെ നട്ടലിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ചർച്ച നമ്മൾ നടത്തേണ്ടതായിരുന്നു. എന്താണ്? ഹൈബീഡിന്റെ ചോദ്യം ചർച്ച ചെയ്തു. നമ്മള് ഹൈബീഡ് ഇന്ത്യൻ പാർലമെന്റിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ്? ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് മുനമ്പം വിഷയത്തെ ഇവിടെ കൊണ്ടുവന്നു. ഈ മുനമ്പം വിഷയം തീർക്കുന്നതിന് വഖഫ് ബില്ലിൽ ഏത് വകുപ്പ് പ്രകാരമാണെന്ന് നിങ്ങൾ പറ. അവരോട് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതായിരുന്നു. പകരം എന്താ ചെയ്തത്? ഷാഫി പറമ്പിലിന്റെ നട്ടില് ചോദിച്ചിട്ട് ഓരോരുത്തരും എഴുതിയിടാൻ തുടങ്ങി. ആരെയും പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാലോ, പേരൊന്നും ഞാൻ പറയാൻ തന്നെ അറിയാമല്ലോ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒറ്റ കാര്യം നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു സാധനമുണ്ട്. നമ്മുടെ പ്രവർത്തകർക്കിടയിൽ, നമ്മുടെ സംഘടനാ പ്രവർത്തകർക്കും സംഘടനാ സംവിധാനങ്ങളിലും പറഞ്ഞു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത്. ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം അറിയുന്നത് പോലും 10-15 മണിക്കൂറിന് മുമ്പാണ്. 15 മണിക്കൂറിന് മുമ്പ് ഈ 235 വോട്ടിനെയും വഖഫ് ബില്ലിനെ എതിരാക്കി മാറ്റാൻ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് ആർക്കുള്ള ഗുണമാണ്? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് വഖഫ് ബില്ലിന് അനുകൂലമായതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന് എന്തെങ്കിലും മെച്ചോട്ടോ? നഷ്ടമല്ല ഉണ്ടാക്കിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് നഷ്ടമാണ്. കേരളത്തിൽ ഒരു പക്ഷേ കുറച്ച് മുസ്ലിങ്ങളെ കൂടി നിങ്ങൾ പറഞ്ഞാൽ ഉണ്ടാവുമായിരിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? നഷ്ടം കണക്കെടുക്കാതെ ഭരണഘടനയെ തകർത്തെറിയുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന ഒരു നിയമമാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് മുസ്ലിങ്ങളാണെങ്കിൽ നാളെ ക്രിസ്ത്യാനികളാണ്, മറ്റന്നാൾ പാഴ്സിയാണ്, അത് കഴിഞ്ഞാൽ പഞ്ചാബിലെ സിഖുകാരാണ്, അത് കഴിഞ്ഞാൽ മറ്റിതര മതസ്ഥരാണ്, അത് കഴിഞ്ഞാൽ മറ്റു വിഭാഗങ്ങളിലേക്ക് പോകുമെന്ന മുൻകൂട്ടിയുള്ള തിരിച്ചറിവിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ കോൺഗ്രസിനെ ചേർത്ത് പിടിച്ച് കോൺഗ്രസ് പാർട്ടി പറഞ്ഞതിന് അംഗീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷെ നമ്മൾ ചെയ്ത് നേരെ തിരിച്ചാണ്. നമ്മുടെ ചില ആളുകളൊക്കെ വന്നിട്ട് ആ ദിവസം നടക്കേണ്ട പോസിറ്റീവ് ചർച്ചയെ നെഗറ്റീവാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉണ്ടാക്കുക. ഇത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ പ്രവർത്തകർക്ക്. ആ വിഷയം എവിടെയാണെന്നറിയോ? അങ്ങനെ ഒരു പോസ്റ്റ് വരുമ്പോ ശരിയല്ലേ? ഷാഫി എന്തെങ്കിലും പറഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, വഖഫ് ബില്ലിന്റെ വിഷയത്തിൽ ഹൈബീഡിന് പകരം 7 ആളുകളാണ് കോൺഗ്രസിന്റെ പാർലമെന്റിൽ പ്രസംഗിച്ച ആളുകൾ, അല്ലെ? 7 ആളുകൾ. 2 ആളുകൾ മാത്രമാണ് മുസ്ലിങ്ങൾ. ബാക്കി 5 പേർ അമുസ്ലിങ്ങളാണ്. എന്താ കാരണം? കോൺഗ്രസ് വളരെ ബുദ്ധിപരമായിട്ടാണ് നീക്കം നടത്തിയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷാഫി പ്രസംഗിക്കുന്നതിനേക്കാൾ ഗൗരവമേറിയതാണ് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്, അല്ലെ? ഷാഫി പറയുമ്പോൾ എന്താ പറയാ? അതുകൊണ്ട് മതത്തിൻ്റെതാണെന്ന് പറയും. എന്നാൽ നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് പകരം നമ്മൾ നമ്മളെ കൂടെ നിർത്തിപ്പതാണ്. പശ്ചിമ ബംഗാളിൽ എന്താ സംഭവിച്ചത്? ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാ. വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഈ സമുദായത്തിന് ഉണ്ടാകുന്ന നഷ്ടത്തെ കുറിച്ച് ബോധ്യപ്പെടുത്താണ്. പശ്ചിമ ബംഗാൾ എന്താ ഉണ്ടായത്? പശ്ചിമ ബംഗാളിലെ ഗവൺമെന്റ് പരിപൂർണമായി സപ്പോർട്ട് വഖഫ് ബില്ലിനെതിരായി നമുക്ക് തരികയാണ്. മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ പ്രധാനപ്പെട്ട 2-3 മുഖ്യമന്ത്രിമാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വഖഫ് ബില്ല് ഞങ്ങൾ അംഗീകരിക്കില്ല. അതിൽ പ്രധാനി ആരാണ്? ഒന്ന് മമതാ ബാനർജിയാണ്. നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപനം നടത്തി. ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ വഖഫ് ജാഥ നടത്തി, അതിൽ കയറിക്കൂടി, പ്രയാസങ്ങൾ ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കൊലപാതകം നടന്നു, കലാപമുണ്ടായി, നഷ്ടമാണ്. BJP അവിടെ അത് മുതലെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ CPM കേരളത്തിൽ തന്ത്രപരമായ നീക്കം നടത്താണ്. എന്താ പറഞ്ഞത്? തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് CPM പറയുമ്പോൾ ബംഗാളിലെ CPM പറയുന്നത് എന്താ പറയുക? നിങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിലാണ്. ബംഗാളിലെ CPM അങ്ങനെ പറഞ്ഞത്. നേരെ മറിച്ച് കേരളത്തിലെ CPM BJPനെ ഒഴിവാക്കാണ്. തന്ത്രം നോക്കണം നിങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രവർത്തകരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം ഇനി വരാനിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഹലാ കാസർഗോഡുമായി ബന്ധപ്പെട്ട വലിയ പദ്ധതി നമ്മൾ നടപ്പിലാക്കുകയാണ്. ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകാത്ത, സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് വക്കീലെ. വളരെ ഗൗരവമുള്ളതാണ്. എന്റെ കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ, സംസ്ഥാന ഭാരവാഹികൾ എന്ന നിലയിൽ നിങ്ങളോട് കൂടി പറയട്ടെ, ഇനി വരാനിരിക്കുന്നത് ഒരു വലിയ തെരഞ്ഞെടുപ്പാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത
സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനലാണ്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവർത്തകന്മാരെ സജ്ജീകരിക്കേണ്ട സമയമാണ്. അവിടെ നമ്മൾ പിറകോട്ട് പോയാൽ നഷ്ടമുണ്ടാകുന്നത് ഈ സമൂഹത്തിനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചു തീർക്കാനുള്ളതല്ല നമ്മുടെ സമയം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ കിട്ടുന്ന ഏറ്റവും നല്ല അനുകൂലമായ ഘടകത്തെ പരിപൂർണമായ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്ന കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. സാന്ദർഭികമായി